ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു കിടിലൻ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ സൂപ്പർ ടേസ്റ്റിലുള്ള പായസത്തിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് ചവ്വരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ചേർക്കുന്നത്. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യുമ്പോഴേക്കും ചവ്വരിയൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടും. കുതിർത്തി എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അത് അങ്ങനെ ചവ്വരിയൊക്കെ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ടൊരു 3 ക്യാരറ്റ് ഈ വലിപ്പത്തിലുള്ളത് എടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കുക്കറിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ക്യാരറ്റൊക്കെ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. ഇത് ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ തിന്നായിട്ടുള്ള സേമിയ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സേമിയ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ സേമിയയുടെ കളറൊക്കെ നല്ലപോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു പായസത്തിന് മീഡിയം മധുരമാണ് ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി മധുരം ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സേമിയൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സേമിയ പായസം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും വ്യത്യസ്ത രുചിയിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ സേമിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചവ്വരി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചവ്വരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അരച്ച് വെച്ചത് അതും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ പായസം കുടിക്കാനായിട്ട്. അങ്ങനെ പായസം നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പായസം നല്ല പോലെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ അധികം കട്ടിയിലല്ല കേട്ടോ എടുക്കുന്നത്. കുറച്ച് ലൂസായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് തണുത്ത് വരുമ്പോഴേക്കും കറക്റ്റ് പരുവത്തിലായിട്ട് പായസത്തിൻ്റെ അതേ ടെക്സ്ചറിലായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മതി കേട്ടോ. നമ്മുടെ പായസമൊക്കെ ഇവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വന്ന് തുടങ്ങുമ്പോൾ കറക്റ്റ് ടെക്സ്ചറിലായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരി ഇഷ്ടമുള്ളവർക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഇനി വറുത്ത അണ്ടിപ്പരിപ്പ് ബട്ടറോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ബട്ടർ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതുവരെയും ഇതുപോലെ സേമിയ പായസം തയ്യാറാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.